ഹാഷ്മിയും മൈത്രേയനും തമ്മിലുള്ള സംവാദം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. ഹാഷ്മിയെ അങ്ങേയറ്റം പരിഹസിക്കുകയും അതുപോലെ തന്നെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് മൈത്രേയൻ ആ സംവാദത്തിൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് സ്വയം വിചാരിക്കുന്നത് അദ്ദേഹം ഒരു വലിയ അറിവുള്ള ഒരു ആധുനിക പൗരനാണെന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മയക്കുമരുന്നുകളെ കുറിച്ച് തന്നെ അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത്രയും കാര്യങ്ങൾ പറയുന്നതിൽ കുറച്ച് പെട്ടിത്തുറന്ന് പറയുന്നതിനപ്പുറം ഒരു ആലോചനയില്ലാതെ പറയുന്നു എന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം ഏറ്റവും ഒടുവിൽ താങ്കളുടെ ഒരു പ്രതികരണം കണ്ടത് ഈ പറയുന്ന സോക്കോൾഡ് മയക്കുമരുന്നുകൾ അതിന്മേലുള്ള ബാൻ നീക്കണമെന്നും അത് ലീഗലൈസ്ഡ് ആക്കണമെന്നും താങ്കൾ നേരത്തെ പറയുന്നതിൽ താങ്കൾ ഉദ്ദേശിക്കുന്നതാണ്. അത് കുറച്ച് കടന്ന നിലപാടല്ലേ? അല്ല, എന്തുകൊണ്ടാണ്? അല്പമെങ്കിലും വിവരമുള്ളവരാണെങ്കിൽ അത് അങ്ങനെ ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണത്? നിരോധിക്കുന്ന ഒന്നും തന്നെ ലോകത്തില്ലാതാകത്തില്ല. അത് രഹസ്യമായ ഒരു ലോകം ഉത്പാദിപ്പിക്കും. മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളാണ്, അല്ലാതെ ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. മയക്കുമരുന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ നമ്മുടെ ഒരു റെഫറൻസിലെടുത്താൽ പോലും ഒരു 50,000 വർഷമെങ്കിലും ആയിട്ടുണ്ട്. പല സാധനങ്ങൾ ഉപയോഗിക്കുന്ന ജീവികളൊക്കെ അത്തരത്തിലുള്ള സാധനങ്ങൾ തിന്നുകയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പം റിച്വലൈസ് ചെയ്തിട്ട് എല്ലാ ഗോത്രങ്ങളും ഇത് ഉപയോഗിക്കുന്നവരാണ്. വർഷത്തിലൊരിക്കലെങ്കിലും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ മനുഷ്യരുടെ ബോധത്തിനകത്ത് മാറ്റം ഉണ്ടാക്കുന്ന നിലവാരത്തിലുള്ള അനുഭവം തരുന്നതാണ്. അതിന് ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന മേഖലയ്ക്കകത്ത് വലിയ കണക്ഷനുണ്ട്. അപ്പോൾ ഈ ഷാമാൻസ് എന്ന് നമ്മൾ പറയുന്നവർ, മന്ത്രവാദികളെന്ന് പറയുന്നവർ, സന്യാസികളെന്ന് പറയുന്നവർ ഒക്കെ ഇത് പലതരത്തിൽ ഉപയോഗിക്കുകയും എന്നിട്ട് ഈ വേറൊരു ബോധരൂപീകരണത്തിനകത്തൂടെ അവർക്ക് ചില കാഴ്ചകൾ കിട്ടും. 3 കാര്യങ്ങൾ അദ്ദേഹം ഈ ഒരു മിനിറ്റ് സംസാരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, മയക്കുമരുന്നുകൾ നമ്മൾ നിരോധിച്ചു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്ത് ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു അധോലോകത്തെ നിർമ്മിക്കും. ഈ രഹസ്യ ലോകത്തിൽ ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും മയക്കുമരുന്ന് വാങ്ങുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അത് തടയണമെങ്കിൽ നമ്മൾ മയക്കുമരുന്ന് ലീഗലൈസ് ചെയ്യാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ ലീഗലൈസ് ചെയ്യപ്പെട്ട ഒരുപാട് വസ്തുക്കളുണ്ട്. ഉദാഹരണത്തിന് ഗോൾഡ്, കറൻസി തുടങ്ങിയ വസ്തുക്കളൊക്കെ നമ്മൾ എല്ലാ രാജ്യത്തും ഉപയോഗിക്കാൻ അനുവാദമുള്ള ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അധോലോകമില്ലേ? ഗോൾഡ് കള്ളക്കടത്ത് ചെയ്യുന്ന ആളുകളില്ലേ? അതുപോലെ തന്നെ കറൻസി കള്ളനോട്ടടിച്ച് ഉപയോഗിക്കുന്ന ആളുകളില്ലേ? അപ്പോൾ ഒരു വസ്തു ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യാജന്മാരെ അല്ലെങ്കിൽ അതിൻ്റെ അധോലോകത്തെ നമുക്ക് തടയാൻ കഴിയുമെന്നുള്ളത് ഒരു ശരിയായ വാദമല്ല. മാത്രമല്ല, ഈ രഹസ്യലോകം ഉണ്ടാകുന്നത് തടയാനുള്ള മാർഗം ഈ മയക്കുമരുന്ന് ലീഗലൈസ് ചെയ്യുകയും അതെങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് സമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യലാണ് പരിഹാരം എന്നാണ് മൈത്രേയൻ പറയുന്നത്. പക്ഷേ അങ്ങനെ നമുക്ക് മയക്കുമരുന്നിനെ ലീഗലൈസ് ചെയ്യാൻ പറ്റുമോ? അത് കൊലപാതകം ലീഗലൈസ് ചെയ്യണം എന്ന് പറയുന്ന പോലെയാണ്. അഥവാ ടോട്ടലി വ്യക്തിക്കും സമൂഹത്തിനും ഒക്കെ ഹാംഫുൾ ആയ ഒരു കാര്യം ആണ് കൊലപാതകം. ആ കൊലപാതകത്തിന്റെ ദൂഷ്യഫലങ്ങളും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്നൊക്കെ അതിന്റെ നെഗറ്റീവ് വശങ്ങളൊക്കെ സമൂഹത്തിന് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു രാജ്യത്ത് കൊലപാതകം ലീഗലൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം കൊലപാതകം അടിസ്ഥാനപരമായി തന്നെ നിയമവിരുദ്ധമാക്കപ്പെടേണ്ട സാമൂഹിക വിപത്താണ്. എന്നതുപോലെ തന്നെയാണ് മയക്കുമരുന്ന്. നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുകയും വേണം, അതോടൊപ്പം അത് നിയമവിരുദ്ധമാക്കുകയും ആളുകൾക്ക് അതിന്റെ ലഭ്യത തടയുകയും വേണം. പിന്നെ അദ്ദേഹം പറയുന്നത് എല്ലാ ഗോത്രങ്ങളും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ആചാരപരമായിട്ട് അനുഷ്ഠാനപരമായിട്ടൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളാണ് ലോകത്തുള്ള എല്ലാ ഗോത്രങ്ങളും സമൂഹങ്ങളും എന്നൊക്കെ അദ്ദേഹമാണ് പറയുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? ലോകത്തുള്ള എല്ലാ ഗോത്രങ്ങളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളാണ്. അത് ആചാരപരമായിട്ട് അത് അനുഷ്ഠാനത്തിന്റെ പേരിൽ പോലും അത് നിർബന്ധമായിട്ട് പോലും ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നൊക്കെ എല്ലാ ഗോത്രങ്ങളുടെയും പേരിൽ അടിച്ചേൽപ്പിക്കാൻ മൈത്രേയന് എന്ത് തെളിവാണുള്ളത്? എന്ത് അടിസ്ഥാനമാണുള്ളത്? ലോകത്തുള്ള എല്ലാ ഗോത്രങ്ങളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ ആചാരത്തിന് വേണ്ടി പോയിട്ട് അതൊരു വിനോദത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അനുവദനീയമായ കാര്യം എന്നുള്ള നിലക്ക് പോലും അത് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിഷിദ്ധമാക്കിയ സമൂഹങ്ങൾ, മതങ്ങൾ, സംസ്കാരങ്ങളൊക്കെ ലോകത്തുണ്ട്. അപ്പോൾ അവരൊന്നും അത് ഉപയോഗിക്കണില്ല. എന്നിരിക്കെ മൈത്രേയൻ എല്ലാ ഗോത്രങ്ങളും ഇത് ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പേരിൽ നിർബന്ധിതമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണെന്നൊക്കെയാണ് തട്ടിവിട്ടത്. പിന്നീട് മൈത്രേയൻ പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബോധതലത്തിൽ ചില വ്യതിയാനങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഈ മാറ്റങ്ങളെയും വ്യതിയാനങ്ങളെയും ഒക്കെയാണ് അവർ സ്പിരിച്വാലിറ്റി, ആത്മീയ ബോധം എന്നൊക്കെ പറയുന്നത് എന്നാണ് മൈത്രേയൻ പറയുന്നത്. അപ്പോൾ മൈത്രേയന്റെ അഭിപ്രായത്തിൽ ആത്മീയമായ ബോധതലത്തിലേക്ക് ആളുകൾ കടന്നു ചെല്ലുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് എന്നാണ്. അതല്ലാതെ യഥാർത്ഥമായി അങ്ങനെ ഒരു ആത്മീയമായ ബോധതലം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്നാണ് മൈത്രേയൻ പറയുന്നത്. ലോകത്ത് കടന്നു വന്ന ആയിരക്കണക്കിന് പ്രവാചകന്മാർ, വ്യത്യസ്ത മതങ്ങളിൽ കടന്നു വന്ന വിശുദ്ധന്മാരായിട്ടുള്ള സന്യാസിമാർ, സൂഫികൾ, ഇങ്ങനെ സെയിൻസ്, ഇങ്ങനെ പല ആളുകൾക്കും പലതരത്തിലുള്ള ആത്മീയമായ അനുഭൂതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് എന്ന് കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ മൈത്രേയൻ അഭിപ്രായപ്പെട്ടാണ്. അപ്പോൾ ഇത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മൈത്രേയൻ പറയുന്നത്? ശാസ്ത്രീയമായ എന്തെങ്കിലും തെളിവുകൾ മൈത്രേയന് സമർപ്പിക്കാൻ കഴിയുമോ? അഥവാ ഈ ആത്മീയമായ അനുഭൂതികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ശാസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു ശാഖ പഠിക്കുകയും അതിനൊരു റിസൾട്ട് പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി എന്താണ് അദ്ദേഹം പറയുന്നത്? ഇനി ഒന്നുകൂടെ പറയാം. ഒരു വർഷം മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ചിട്ടോ കാർ ഉപയോഗിച്ചിട്ടോ ആളുകൾ കൊല്ലുന്നതും
ചാകുന്നതും വൈകല്യം ഉണ്ടാകുന്നതും ഇവിടെ എന്ന് ഒരു കാലത്ത് നിങ്ങൾക്ക് ചിന്തിക്കാനൊക്കെ സെക്കൻഡ് വേൾഡ് വാറിനേക്കാളും ഇവിടെ റോഡിന്റെ അപകടം, ഇപ്പൊ ഞാൻ പറഞ്ഞു റോഡ് റേജ് അല്ലെങ്കിൽ റോഡിൽ അമിത വേഗത, റോഡ് റേജ് ഒന്നും അല്ല, റോഡ് അപകടങ്ങളിൽ ആൾക്കാർ മരിക്കുന്നതും ഒന്നുമില്ലാത്ത ഒരു സാധനം വലിച്ചു കയറ്റി അമ്മയെ കൊല്ലുന്നത് തമ്മിൽ എങ്ങനെയാണെന്ന് ഒന്നുമില്ലാത്തതാണെന്ന് ഇയാളുടെ നിലപാടാ, തന്റെ നിലപാടാ. അത് എങ്ങനെയാ ഇത് ഒന്നും അല്ലാത്തതാണെന്ന് മനുഷ്യനെ ഇല്ലാതാക്കുന്ന സാധനമാണ്. അത് മനുഷ്യനെ 5 വർഷത്തെ ആയുസേ ഉള്ളൂ. കണക്ക് വെച്ചിട്ട് എടുക്കുകയാണ്. തലമുറകളെ ഇല്ലാതാക്കാണ്. ഇയാളുടെ എന്ത് തലമുറ ഇല്ലാതാക്കുന്നത്? തലമുറ ഇല്ലാതാക്കുന്നത് അതിന്റെ മേളിലുള്ള നിലപാട് കാരണമാണ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോട്ടോർ സൈക്കിള് ഇടിച്ചാൽ ചാകും, അത് ഇടിച്ചാൽ മറ്റുള്ളവർ കൊല്ലപ്പെടും, വൈകല്യം ഉണ്ടാകും. പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് ഹെൽമെറ്റ് വെക്കണമെന്ന് പഠിപ്പിച്ച് കയ്യിൽ ഗ്ലൗസ് ഇട്ട് ഓടിക്കാൻ പഠിപ്പിക്കുക ചെയ്യുന്നേ. ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വാഹന അപകടങ്ങളെ പോലെയാണ് എന്താണ് ഇത്രയും പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വാഹന അപകടങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഈ രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്യണമെങ്കിൽ, സമീകരിക്കണമെങ്കിൽ അവകളെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടാവണം. എന്താണ് മയക്കുമരുന്ന് വാഹനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? വാഹനങ്ങൾ എന്ന് പറയുന്നത് അതിപ്പോൾ റോഡിലൂടെ നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങളാണെങ്കിലും ശരി, വിമാനങ്ങളാണെങ്കിലും ശരി, കപ്പലുകളാണെങ്കിലും ശരി, ട്രെയിൻ പോലുള്ള ഏത് ഗതാഗത സംവിധാനങ്ങളാണെങ്കിലും അത് മനുഷ്യന്റെ പ്രയോജനത്തിന് വേണ്ടി, ഉപകാരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് ലോകത്ത് മനുഷ്യർക്ക് ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്, മനുഷ്യരുടെ ജീവിതത്തിന് ഒരുപാട് വേഗത നൽകിയിട്ടുണ്ട്, ഒരുപാട് സൗകര്യം നൽകിയിട്ടുള്ള സംഗതിയാണ്. മാത്രമല്ല ഇതിന്റെ അടിസ്ഥാനപരമായ ഫലം എന്ന് പറയുന്നത് ഉപദ്രവം ഉണ്ടാവുക എന്നുള്ളതല്ല. ഉപദ്രവം അല്ലെങ്കിൽ അപകടങ്ങൾ യാദൃശ്ചികമായിട്ട് ഉണ്ടാകുന്നതാണ്, മനഃപൂർവ്വം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഈ വാഹനങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഉപദ്രവം ഉണ്ടാക്കുക അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതോ ഒന്നുമല്ല. അതേസമയത്ത് ഇത് വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ ഉപകാരമുള്ള സംഗതിയാണ്. എന്നാൽ ഈ മയക്കുമരുന്നിന്റെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അത് വ്യക്തിക്ക് എന്തെങ്കിലും ഉപകാരം അതുകൊണ്ടുണ്ടോ? സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം അതുകൊണ്ടുണ്ടോ? രാജ്യത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇല്ല. ഉപകാരമില്ല എന്ന് മാത്രമല്ല, വ്യക്തിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് മയക്കുമരുന്നുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മയക്കുമരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ നമ്മൾ എങ്ങനെയാണ് വാഹന അപകടങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുക? പിന്നെ ഇത്രയും പറയുന്നത് വാഹനം പഠിപ്പിച്ച് റോഡിലേക്ക് ലൈസൻസ് കൊടുത്ത് വിടുന്ന പോലെ തന്നെ മയക്കുമരുന്നുകളുടെ ഗുണദോഷങ്ങളെ കുറിച്ച് പഠിപ്പിച്ച് കൊടുത്താൽ മതി, എന്നിട്ട് അത് ഉപയോഗിക്കാനുള്ള ചോയ്സ് കൊടുത്താൽ മതി എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, മയക്കുമരുന്നിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം, അത് ഓക്കെയാണ്, ഇത്രയും പറഞ്ഞത് ശരിയാണ്. അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്ത ഒരു സമൂഹത്തിന് പിന്നെ നമ്മൾ എന്തിനാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി നമ്മൾ എന്തിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അത് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സാധനമാണെങ്കിൽ അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുകയും അതോടൊപ്പം അത് ലഭ്യമാക്കാതിരിക്കുകയും ചെയ്താൽ പോരെ. അത് ലഭ്യമാക്കുന്നത് കൊണ്ട് ആ എഡ്യൂക്കേറ്റ് ചെയ്തതിന്റെ ഫലം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ മയക്കുമരുന്നിനെ കുറിച്ച് വളരെ അബദ്ധജടിലമായ ധാരണകൾ വെച്ച് പുലർത്തുന്ന ഒരാളാണ് മൈത്രേയൻ.